നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെരിന്തൽമണ്ണയിൽ എഞ്ചിനീയർമാരുടെയും കോൺട്രാക്ടർമാരുടെയും സംയുക്ത സമിതി രൂപീകരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾ തോന്നിയ പോലെ കൂലി വർദ്ധിപ്പിച്ച് ചോദിക്കുന്നത് പ്രധാന വെല്ലുവിളിയാണെന്ന് സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിഥി തൊഴിലാളികളെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ ഏരിയയിൽ നിർമ്മാണ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ലൈസൻസ്ഡ് എഞ്ചിനീയർ ആൻഡ് സൂപ്പർവൈസേഴ്സും കോൺട്രാക്ടർമാരും ഉൾപ്പെടുന്ന സംയുക്ത സമിതിക്ക് രൂപം നൽകി. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എന്ന ഈ സംഘടനയുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. നിർമ്മാണ മേഖലയുടെ നിലനിൽപ്പിന് അടിയന്തരമായി എടുക്കേണ്ട തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടതായി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾ തോന്നിയ പോലെ കൂലി വർദ്ധിച്ചു ചോദിക്കുന്നത് പ്രധാന വെല്ലുവിളിയാണ്. പരമാവധി 900 രൂപ കൊടുക്കുന്ന സമയത്ത് 1500 രൂപ വരെ കൂലി ആവശ്യപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. ഇത് സാധാരണക്കാരായ കരാറുകാരെ ചൂഷണം ചെയ്യലാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അന്യ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിഥികളായി തന്നെയാണ് അവരെയൊക്കെ പരിഗണിച്ചിട്ടുള്ളത്. കാരണം നിലവിൽ അവർക്കുണ്ടായിരുന്ന കൂലി എന്ന് പറഞ്ഞപ്പോൾ നിലവിൽ 900, 800, 750 രൂപ ഒക്കെ കൂടുന്നത് പല മേഖലകളിൽ മാറ്റങ്ങളുണ്ട്. പല വർക്കിനനുസരിച്ചിട്ട് അത് ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു 900 രൂപ ഒരു മിനിമം എന്നുള്ള നിലക്ക് ഇപ്പോൾ ഇതുവരെ പോയിരുന്നു. പക്ഷേ 900 രൂപ കൊടുക്കുന്ന സമയത്തും അന്യ സംസ്ഥാന തൊഴിലാളിക്ക് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 900 അല്ല, അത് ഏകദേശം 1100 രൂപയോളം വരും. അതാരും മനസ്സിലാക്കുന്നില്ല. കാരണം 900 രൂപ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ടൗണിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. ടൗണിൽ 900 രൂപ കൊടുത്ത് കൊണ്ടുപോയതിനെ അയാളെ അവിടുന്ന് പിക്ക് ചെയ്ത് അവിടെ കൊണ്ട് ഇറക്കുന്നതിനുള്ള മറ്റ് ചിലവുകളൊക്കെ വേറെ വരുന്നുണ്ട്. അതായത് അയാളുടെ ട്രാൻസ്പോർട്ടേഷൻ, അയാളുടെ ഫുഡ്, അക്കോമഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 200 രൂപയിൽ കൂടുതൽ ഒരാൾക്ക് വരുന്നുണ്ട്. അപ്പോൾ 900 രൂപ നിജപ്പെടുത്തിയാൽ പോലും 1150 രൂപ ലേബറായി. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത്ര പോലും കിട്ടുന്നില്ല. പിന്നെ അതുപോലെ നമ്മളെ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ഈ സംഖ്യ ഇവിടെ തന്നെ ചിലവഴിച്ച് പോകുകയാണെങ്കിൽ നമ്മളിതൊക്കെ ഒരു വിധം സന്തുലിതമായി പോകും. പക്ഷേ ഇവരുടെ ശനിയാഴ്ച വൈകുന്നേരം എന്നുണ്ടെങ്കിൽ ഇവർ കിട്ടുന്ന പൈസയിൽ 1 രൂപ കുറയാതെ ഫുള്ളായിട്ട് അന്യ സംസ്ഥാനത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ചിലവിനനുസരിച്ച് പോവുകയാണെങ്കിൽ ഇവർക്ക് ഇത് പ്രശ്നം വരില്ല, നമുക്കും പ്രശ്നം വരില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇതല്ല, നേരെ അപ്പുറത്തേക്കാണ് പോകുന്നത്. അതൊന്നും ഇപ്പോൾ നമ്മളെ ബാധിക്കുന്ന കേസല്ല. പക്ഷേ ഇത് ഇവരിപ്പോൾ സംഘടിതമായിട്ട് ഇത്ര കിട്ടിയാലേ പോരുള്ളൂ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവർ ചോദിക്കുന്ന കൂലി 1200, 1300, 1400, 1500 അങ്ങനെ പോകണം. 1500 വരെ ആളുകൾ പറയുന്നുണ്ട്. അവരതാണ് പറയുന്നത് 1500 കിട്ടിയാൽ പോരാന്നുള്ള പറഞ്ഞു. അപ്പോൾ പണ്ട് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ പല ആളുകളും ചൂഷണം ചെയ്തിരുന്ന നേരെ ഇപ്പോൾ തിരിച്ചാണ്. കരാറുകാരെയാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ചൂഷണം ചെയ്യുന്നത്. കാരണം ആളുകളുടെ ലഭ്യത കുറവാണ് ഇവിടെ ആളുകൾ. നിർമ്മാണ സാമഗ്രികൾക്ക് വൻതോതിലാണ് വില കൂടിയത്. അതിഥി തൊഴിലാളികൾ കൂലി കൂടി വർദ്ധിച്ചു ചോദിക്കുമ്പോൾ വീട് നിർമ്മാണമടക്കമുള്ള കരാർ ഏറ്റെടുക്കുമ്പോൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതിനുമപ്പുറം വലിയ ബാധ്യതയാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതിനൊരു അറുതി വരുത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ ഇത് കഴിയും. പക്ഷേ ഓട്ടോമാറ്റിക്കലി ഇത് ബാധിക്കുന്ന ആരാണ്? മറ്റ് ഉടമസ്ഥരെയാണ് ഇത് ബാധിക്കുന്നത്. കാരണം ഞങ്ങൾ റേറ്റ് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകും. ഇപ്പോൾ ഉണ്ടായിരുന്ന റേറ്റിനേക്കാൾ 20%, 25%, 30% നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ 2000 രൂപ വെച്ച് സ്ക്വയർ ഫീറ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഏകദേശം 2500 പോകും. അതൊന്നും സാധാരണ ആളുകൾക്ക് താങ്ങാൻ കഴിയില്ല, നമ്മളെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് വറുത്ത് എടുത്ത് തീർത്ത് പോകണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അതിഥി തൊഴിലാളികൾ നേരിട്ട് കരാർ ഏറ്റെടുത്ത് ഗുണനിലവാരവും സുരക്ഷയും ഇല്ലാതെ വ്യാപകമായി പ്രവർത്തികൾ നടത്തുന്നതായി പരാതിയുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കെട്ടിട മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ അതിഥി തൊഴിലാളികളുടെ കൂലി നിജപ്പെടുത്തൽ, നിർമ്മാണ നിലവാരം ഉറപ്പാക്കൽ, തൊഴിൽ കാർഡുകൾ നിർബന്ധമാക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് എഞ്ചിനീയേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് സംയുക്ത ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അവർ സംഘടിതമായി റൈറ്റിലൂടെയും മറ്റും ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു കെട്ടിടം ഏത് രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് അത് നിർമ്മിക്കുന്നത്, ആ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി എത്രമാത്രം വേണം എന്നൊരു എഞ്ചിനീയറോ അല്ലെങ്കിൽ കോൺട്രാക്ടറോ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു മാസത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ആ വരുന്ന തൊഴിലാളികളാണ് നിശ്ചയിക്കുന്നത്. കാരണം അത് എങ്ങനെ കോൺക്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഇട്ടെറിഞ്ഞ് പോകുന്ന അവസ്ഥ. ഇത് ബാധിക്കുന്നത് ഉടമസ്ഥനാണ്. അപ്പോൾ ഒരു ഉടമസ്ഥന്മാർക്കുമായിട്ടുള്ള ഒരു ബോധവൽക്കരണം, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, അവരൊക്കെ ഇതിനുള്ളൊരു മാർഗം എന്ത് എന്ന് ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക. പിന്നെ അതിഥി തൊഴിലാളികൾ, ക്രിമിനൽ കേസുകളുള്ള ആളുകൾ പലരും ഉണ്ടായിരിക്കാം. അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഉണ്ടാവില്ല. ഈ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ ഉടമസ്ഥന് അവിടെ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതിന് കൃത്യമായി അവർക്ക് ലേബർ കാർഡ്, അതിൽ അവർക്ക് ആധാർ നമ്പർ, അതുപോലെ തന്നെ അവരുടെ വേതന നിരക്ക് ഒക്കെ പഞ്ചായത്തും അതുപോലുള്ള പോലീസ് സ്റ്റേഷൻ, ലേബർ ഇവർക്ക് നിഷ്ഠപ്പെടുത്തിയിട്ട് അത് രേഖപ്പെടുത്തി
അത് അവർക്ക് ഇവിടെ നമ്മുടെ ഈ കേരളം ഒട്ടാകെ ഒരു ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇത് സർക്കാർ എടുത്തൊരു തീരുമാനം പോലെ അതിഥി തൊഴിലാളികൾ പോലെ ആണെങ്കിൽ കൂടി ഈ കേരള സംസ്ഥാനം മറ്റൊരു വലിയൊരു ആപത്തിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി സർക്കാർ ഇതിന് മുന്നിട്ടിറങ്ങണം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്. സംഘടനയുടെ ചെയർമാൻ സജി KB, ട്രഷറർ ഫസൽ റഹ്മാൻ, വൈസ് ചെയർമാൻമാരായ സണ്ണി AJ, അബ്ദുൾ ബഷീർ വല്ലത്തിൽ, കൺവീനർ ഇബ്രാഹിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.